ആദ്യത്തെ പടം ഇണ, ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ പടം ഇണ എന്ന് പറഞ്ഞാൽ ഇണ ഞാൻ അഭിനയിച്ച് പുറത്ത് വന്നില്ല. പക്ഷേ ഞാൻ കുറേ നാൾ പോയി ആക്ട് ചെയ്തു. ഐബി ശശിയുടെ ഡയറക്ഷനിൽ ഞാൻ പോയി ആക്ട് ചെയ്തു ചെന്നൈയിൽ. തുടക്കം വലിയൊരു ഒരു ഡയറക്ടറോടൊപ്പമാണ് അഭിനയിക്കാൻ. ഐബി ശശി പ്രൊഡ്യൂസറിൻ്റെ പേര് രാമേന്ദ്രനായിരുന്നു. പുള്ളി മരണപ്പെട്ടു, വളരെ നേരത്തെ മരണപ്പെട്ടു. അപ്പോൾ അത് ആ ഒരു വേഷം കിട്ടിയപ്പോഴത്തേന് നല്ലൊരു ബ്രേക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചായിരുന്നു ഇണയിൽ? അങ്ങനെ ബ്രേക്കിനെ കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കണം. സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു. പിന്നെ എങ്ങനെയാണ് രഘുവിലേക്ക് പോകുന്നത്? എങ്ങനെയായിരുന്നു അത്? എൻ്റെ കൂടെ അഭിനയിച്ച പെൺകുട്ടി അമ്മുവിൻ്റെ ആട്ടുംകുട്ടിയിൽ അഭിനയിച്ചൊരു കുട്ടിയാണ്. ആ കുട്ടി എന്തോ അവരുടെ ഫാമിലി ഇഷ്യൂ, അപ്പം പോലീസ് എന്തോ വന്നിട്ട് അവരെ വിളിച്ചുകൊണ്ട് പോയി. അമ്മയുടെ സൈഡ്, അമ്മയും അച്ഛനും കൂടെ എന്തോ ഇഷ്യൂ ആയിരുന്നു തോന്നുന്നു. അങ്ങനെ വിളിച്ചുകൊണ്ട് ആ പടം. പിന്നെ ആ കുട്ടി സൂയിസൈഡ് ചെയ്ത് കളഞ്ഞു. എനിക്കാണെങ്കിൽ മറ്റേ ടൈഫോയിഡും പിടിച്ച് വല്ലാതെ അങ്ങ് ക്ഷീണിച്ച് ഡോക്ടർ പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിട്ട് പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പിന്നെ സെക്കൻഡ് അറ്റാക്ക് അടിച്ചു. അങ്ങനെ ഭയങ്കര ലൈഫ് ത്രെട്ട് ആയിരുന്നു. പിന്നെ ഫാദർ വിട്ടില്ല. അങ്ങനെയാണ്. അപ്പോൾ ഐബി ശശിയും രാമേന്ദ്രനും കൂടെ സിറ്റി ഹോസ്പിറ്റലിൽ എന്നെ കാണാൻ വേണ്ടി വന്നിരുന്നു. അപ്പോൾ എൻ്റെ കോലം കണ്ടപ്പോൾ മനസ്സിലായി ഇത് കൊണ്ടുപോയാൽ കുഴപ്പമാണെന്ന്. അങ്ങനെ അവരും ഡ്രോപ്പ് ചെയ്തു. അങ്ങനെയാണ് മാസ്റ്റർ രഘുലോട്ട് വന്നത്. പക്ഷെ അത് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഞാൻ ചോദിക്കുന്നത് അങ്ങനെയല്ല, ഒരു സ്റ്റാർട്ടിങ് കിട്ടിയാനല്ലേ രണ്ടാമത്തെ? അല്ല, അതിൽ ഞാൻ എൻ്റെ എടുത്ത് കഥ പറഞ്ഞപ്പം അതിലുള്ള അത്രയും അത് ഇച്ചിരി എക്സ്പോസ്ഡ് ആണ്. ഒരു ഇണ രണ്ടാമത് വന്നപ്പോൾ എൻ്റെ അടുത്ത് കഥ പറഞ്ഞപ്പോഴും എൻ്റെ ഫാദറിൻ്റെ അടുത്തൊക്കെ പറയുമ്പോൾ ഇത്രയും അങ്ങനെ ഒരു എക്സ്പോസ് ചെയ്തിട്ടുള്ള സംഭവങ്ങളല്ല. കുറച്ചും കൂടെ ഡീസൻ്റ് ആയിരുന്നു. പക്ഷെ ആ പടം ഹിറ്റായി. നല്ല പാട്ടുകൾ. രണ്ടാമത്തെ പടമാണ് എന്നു കണ്ടിട്ടുണ്ട്. അതിലാണ് ശരിക്കും പറഞ്ഞാൽ അപ്പഹാജ് എന്ന് പറഞ്ഞ നടനെ നമുക്ക് അറിയാൻ പറ്റുന്നത് അല്ലേ? അന്ന് ഫാസിലേക്ക് അപ്പാന്നാണ് ഇൻട്രൊഡ്യൂസിങ് അപ്പാന്ന് എഴുതിയിരുന്നത്. പിന്നെ എപ്പോഴോ ഹാജ അതിൻ്റെ അകത്ത് കയറി വന്ന അപ്പ ഹാജ എന്നായതാണ്. ഈ ശരിക്കും പറഞ്ഞാൽ ഇനി ചെയ്യാൻ ആഗ്രഹിക്കുന്ന, അങ്ങനെ ഞാൻ ചോദിക്കുന്നത് രണ്ടാം വരവ് എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കുക. എന്തെങ്കിലും വേഷങ്ങൾ ചെയ്യാൻ താല്പര്യപ്പെടില്ല? മൂന്നാം വരവ്. അത് തന്നെ. എന്ത് വേഷം ചെയ്യും? ഇനിയുള്ള വരവിൽ കൊച്ചുങ്ങളുടെ അച്ഛനായിട്ടും എല്ലാം ചെയ്യും. ഹ്യൂമർ അങ്ങനെയുള്ള സംഭവം ഒന്നുമില്ല? എല്ലാം ഹ്യൂമർ ചെയ്യാമല്ലോ. ഹ്യൂമർ കുഴപ്പമൊന്നുമില്ല. ഇവരൊക്കെ ഈ ഒരു നിങ്ങളുടെ ആ യാത്രയിലൊക്കെ ഉള്ള രസങ്ങളൊക്കെ ഓർക്കുന്നുണ്ടോ? പഴയ ഗ്യാങ്ങിലുള്ള ആ ഒരു നിമിഷങ്ങളൊക്കെ ഓർക്കുന്നുണ്ടോ? കുസൃതി ഒളിപ്പിച്ച കുസൃതികളും ഗ്യാങ്ങോടാണല്ലോ കൂടുതലുള്ളത്. അല്ല, ഞാനും മുകേഷും ഒക്കെ ഒന്നിച്ച് കുറേ യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് അതൊക്കെ നല്ല ഭംഗിയായിട്ട് മുകേഷിൻ്റെ ചാനലിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്കങ്ങനെ പറയാനറിയില്ല. ഈ മുകേഷ് ഒരു രാഷ്ട്രീയത്തിൽ പോകുന്നവരൊക്കെ യോജിക്കുന്നുണ്ട്. സുരേഷ് ഗോപി ആയാലും അടുത്ത സുഹൃത്തായ കൃഷ്ണകുമാർ ആയാലും ഇവരൊക്കെ രാഷ്ട്രീയത്തിലേക്ക് ചാടി വീണു. പക്ഷെ നടന്മാരായിട്ട് നിന്ന് കുറച്ചും കൂടെ ചെയ്യാനില്ലാതെ നല്ല സിനിമ. തീർച്ചയായിട്ടും സിനിമ എന്നാരും രാഷ്ട്രീയത്തിൽ പോണത്. പക്ഷേ ഈ പറഞ്ഞ മാതിരി എല്ലാവരെയും അവർക്ക് സോഷ്യൽ വർക്ക് അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. സന്തോഷമുണ്ട്. എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുമല്ലോ. ഇപ്പോൾ സുരേഷ് ഗോപി ആണെങ്കിലും കൃഷ്ണകുമാർ ആണെങ്കിലും മുകേഷ് ആണെങ്കിലും ഗണേഷനാണെങ്കിലും ആരെയും പറ്റി മോശം അഭിപ്രായമില്ലല്ലോ. എല്ലാവരും നല്ലതല്ല എല്ലാവരെയും പറയാം. ചില ഈ സുരേഷ് ഗോപിയുടെ ചില സാധനമൊക്കെ ഭയങ്കര ട്രോൾ ആവാറുണ്ട്. നിങ്ങളുടെ സുഹൃത്തുക്കളുമാണ്, അപ്പോൾ ഉപദേശം അത് വേണം എന്നൊക്കെ പറയാറുണ്ട്. ആ ഒരു സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടോ? അല്ല, അതിനെപ്പറ്റി ഒന്നും ഡിസ്കസ് ചെയ്യാറില്ല. ഞാൻ പൊളിറ്റിക്സ് അവരുടെ ആരെടുത്തും ഡിസ്കസ് ചെയ്യാറില്ല. അവരുടെ ഇഷ്ടത്തിന് അവർ ചെയ്യണമല്ലേ. ട്രോളിൻ്റെ കാര്യമൊന്നും സംസാരിക്കാറൊന്നുമില്ല. അല്ല, അദ്ദേഹത്തിന് ഒരുപാട് സ്പേസ് കിടക്കുമായിരുന്നു മലയാള സിനിമയിൽ. ഇഷ്ടം. ഇനി എവിടെയോ എത്തേണ്ടതായിരുന്നു. പക്ഷെ അതൊക്കെ കളഞ്ഞു കുടിച്ചില്ലേ? ഇന്നൊരു വിഷം മനസ്സിലില്ലേ അല്ലേ? ഉണ്ടോ? ചിലപ്പോൾ പുള്ളി ഇനിയും വരാലോ. പുള്ളി പടം ചെയ്ത പുള്ളിക്ക് ഇനിയും അതേപോലെയൊക്കെ തന്നെ നിൽക്കാമല്ലോ. സൂപ്പർ സോണിക് ആക്ടറല്ലേ. തലസ്ഥാനത്ത് പക്ഷെ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല ചേട്ടൻ. എന്തോ ഒരു വിഷയം ഉണ്ടാക്കി അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നു അല്ലേ? അത് ആക്ടർ വിജയകുമാർ ആയിരുന്നല്ലോ അത് പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ എന്തോ ഒരു ചെറിയ ഇഷ്യൂ വന്നപ്പോൾ ഇറങ്ങി. ത്രൂ ഔട്ട് വേഷമായിരുന്നു അതിനകത്തുള്ളത് എന്നാണ് പറഞ്ഞത്. ത്രൂ ഔട്ട് വേഷം ഉണ്ടായിരുന്നു അതിൽ. എന്നിട്ട് എന്തുകൊണ്ട് പിണങ്ങി ഇങ്ങനെ പോവുകയാണ് ചെയ്തത്? ചെറിയൊരു പിണക്കം. ഇപ്പോഴും ഞാനും വിജയകുമാറും ഞങ്ങളെപ്പോഴും വിളിക്കും. ഫ്രണ്ട്സ് തന്നെയാണ്. പിണക്കം ഇല്ലായിരുന്നെങ്കിൽ രജിസ്റ്റർ ആയപ്പെടേണ്ട ഒരു പടമായിരുന്നു അല്ലേ? ആയിരുന്നു. പക്ഷെ കുറച്ചുള്ളെങ്കിലും അതും ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം അതിൽ പാട്ടൊക്കെ ഉണ്ട്. നല്ല വേഷമായിരുന്നു. പക്ഷേ ഇപ്പോഴും ആ ഒരു ഗ്യാങ്ങിനോട് ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഒരു ഗ്യാങ്ങിൽ പെട്ട് പോകുന്നൊരു പടത്തോട് താല്പര്യമുണ്ടോ? ഇനിയിപ്പോൾ ഈ പ്രായം നോക്കണ്ടേ. അന്ന് യങ്സ്റ്റേഴ്സ് ആയിരുന്നില്ലേ. എൻ്റെ പിന്നെ ഇടുക്കി ഗോൾഡ് പോലത്തെ ആ പ്രായത്തിലുള്ള അങ്ങനെയൊക്കെ നല്ലതായിരിക്കും. അല്ലേ? ഇപ്പോഴത്തെ പടങ്ങൾ കാണാറുണ്ടോ തിയേറ്ററിൽ പോയിട്ട്? ഇച്ചിരി കുറവാണ്. പുതിയ താരങ്ങളുടെ മാറ്റങ്ങളും പുതിയ സിനിമ മാറിയതൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? ഞാൻ ഇതിൻ്റെ ടെക്നിക്കൽ ഇതൊന്നും അങ്ങനെ അധികം ശ്രദ്ധിക്കാറില്ല. പടം ടോട്ടലി നമ്മൾ എൻ്റർടൈൻ ആകുന്നുണ്ടോ എന്ന് നോക്കും. ഹാപ്പി. അത്രേ ഉള്ളൂ. കോട്ടയം കുഞ്ഞച്ചൻ എപ്പോൾ കണ്ടാലും മടുക്കാത്ത ചില പടങ്ങളിൽ ഒന്നാണ്. അതിനകത്ത് ഒരു നിങ്ങളുടെ ആ ഒരു കൂട്ടുകെട്ടായാലും
കുഞ്ഞച്ചൻ്റെ വരവായാലും ശരിക്കും പറഞ്ഞാൽ അന്ന് അതിലേക്ക് എങ്ങനെയാണ് എൻട്രി ചെയ്യുന്നത് ആ പടത്തിലേക്ക്? എന്നെ ആരോമ മോഹൻ വിളിക്കുന്നതാണ്. ഇങ്ങനൊരു വേഷമുണ്ട്, മണിസാറിൻ്റെ പടമാണ്. ആ ഒരു സിനിമയ്ക്ക് മാത്രമേ ഞാൻ സത്യം പറഞ്ഞ ഒരു എഗ്രിമെൻ്റ് വെച്ചിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു മണിസാറ് അന്ന് പ്രോപ്പറായിട്ട് പുള്ളിയെല്ലാം ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി സൈൻ ചെയ്യിപ്പിച്ചിട്ടേ പുള്ളി ചെയ്യുള്ളൂ. അതിനുവേണ്ടി ഓഫീസിൽ പോയി സൈൻ ചെയ്ത് കൊടുത്തത് എനിക്കൊരു ഓർമ്മയുണ്ട്. അങ്ങനെ ഒരു ഒറ്റപ്പടത്തിൽ ഞാൻ എഗ്രിമെൻ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളൂ. ബാക്കി പടത്തിലും കമ്മിറ്റ്മെൻറ്റ് വെക്കത്തില്ല. അല്ല, അവർ ചോദിച്ചിട്ടില്ല, ആരും ഒപ്പിട്ടത് കാരണം ഒന്നും ചോദിച്ചിട്ടില്ല. മണിസാറിൻ്റെ ഓഫീസിൽ പോയി ഒപ്പിട്ട് കൊടുത്തത് എനിക്ക് ഓർമ്മയുണ്ട്. അതിൽ ശരിക്കും പറഞ്ഞാൽ മമ്മൂക്കയുടെ ക്യാരക്ടർ ഇപ്പോഴും മലയാളി മനസ്സിൽ കോട്ടയം ഭാഷ സംസാരിക്കുന്ന ആ അച്ചായൻ. ഡെന്നിസ് ജോസഫിൻ്റെ 2 സ്ക്രിപ്റ്റാണ്, ഒന്ന് കോട്ടയം കുഞ്ഞച്ചൻ ഞാൻ ചെയ്തത് കേട്ടോ. പിന്നെ ഡെന്നിസ് ജോസഫിൻ്റെ ഒരു പടത്തിൽ എനിക്ക് വേഷം കിട്ടിയായിരുന്നു. പുള്ളി എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു. ഏത് പടമാണെന്ന് പറയും. ഡെന്നിസ് ഡയറക്റ്റ് ചെയ്തില്ലേ അഥർവത്തിൽ ഒരു ഞാൻ, അജിത്ത്, ഗണേശാന്ന് തോന്നുന്നു. അതിന് അപ്പം എൻ്റെ അടുത്ത് ഡെന്നിസ് വിളിച്ചിട്ട് പറഞ്ഞ, എടാ എൻ്റെ ഒരു കസിൻ അവന് ഒരു വേഷം കൊടുക്കണം, അപ്പം ഞാൻ അവനെ വെച്ചോട്ടേന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞു ഞാനെന്താ കുഴപ്പമില്ല. അപ്പോൾ കുറേ പടങ്ങളിലേക്ക് അങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ. അത് ആ ഡെന്നിസിൻ്റെ കസിനാണ് അതിലൊരു വേഷം ചെയ്തേക്കണം. അപ്പോൾ നന്നായിട്ട് ചെയ്തതിൽ നല്ല റോളാണ്. അപ്പോൾ അത് നമ്മൾ മൗനമായിട്ട് കണ്ടു. ആ പടം റിലീസാവുന്നു, പടം വിജയിക്കുന്നു. അല്ല, ആ പടം അതിൻ്റെ കൂടെ ഞാൻ ഉണ്ടായിട്ടുണ്ട്. കാരണം അതിൻ്റെ ഒരു പോർഷൻ ഇങ്ങനെ വലിയ ബോംബ് ബ്ലാസ്റ്റും കാര്യങ്ങളൊക്കെ ജോഷേട്ടനാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ജോഷേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ നമുക്ക് ഡെന്നിസിൻ്റെ അവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞാൽ ഞാനും ജോഷേട്ടനാണ് പോയി ആ ഷൂട്ട് ചെയ്ത് ഞങ്ങൾ രാത്രി തിരിച്ചു വന്നു. എന്നെ വീട്ടിലാക്കി, പുള്ളി വീട്ടിലോട്ടും പോയി. പക്ഷെ അതൊന്നും അങ്ങനെ എൻ്റെ റോള് പോയതിനൊന്നും വിഷമമൊന്നുമില്ല. ഇത് പിന്നെ ആരോടും ഇങ്ങനെ ഷെയർ ചെയ്യത്തുമില്ല, എനിക്ക് അങ്ങനെ നല്ല സംഭവമായിരുന്നു കിട്ടിയില്ല. നിങ്ങളൊക്കെ പോലുള്ളവർ വരുമ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ ഓർത്ത് പറയണ വിഷമേ ഇല്ല. അല്ല, അതിൻ്റെ കൂടെ ബിസിനസ് സജീവമായിട്ട് കൊണ്ടുപോകുന്ന എന്നൊരു ചിന്ത കൊണ്ടായിരിക്കും അതിനകത്ത് മാത്രം ഫോക്കസ് ചെയ്തല്ലേ? അങ്ങനെ ആയിരിക്കില്ല. എനിക്ക് അതിനോട് അങ്ങനെ ഭയങ്കര ഒരു ഭ്രാന്ത് ഉണ്ടായിട്ടില്ല. എങ്കിൽ തിരിഞ്ഞു നോക്കുമ്പോഴേ ആ വേഷം ചെയ്യാത്തത് മണ്ടത്തരമായി. അല്ല, തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ മാറി നിന്നത് മണ്ടത്തരമായി പോയും തോന്നിയിട്ടുണ്ട്. അല്ലാതെ വേഷം ചെയ്യാത്തതിലൊന്നുമില്ല. കാരണം ആ മാറി നിന്ന സമയത്തൊക്കെ ഒരുപാട് സിനിമകൾ വന്നുകൊണ്ടേ ഇരുന്നതാണ്. എപ്പോഴും ആളുകൾ കൺട്രോളേഴ്സ് വിളിക്കുമ്പോൾ നമ്മൾ ഇല്ല എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ എന്തിനാ അങ്ങനെ പറഞ്ഞതെന്ന് തോന്നും. അങ്ങനെ കുറേ പടങ്ങൾ പോയിട്ടുണ്ട്. അല്ല, താല്പര്യം ഇല്ലെന്നങ്ങ് പറഞ്ഞേക്കും. ഞാനില്ല, ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് ചെയ്യുന്നില്ല. അങ്ങനെ മുഖത്തടിച്ച പോലെയല്ല, പറയാൻ പാടില്ല. അല്ല, ഒരുപക്ഷെ ഈ മുകേഷിൻ്റെ കൂട്ടുകാർ, ജയറാമിൻ്റെ കൂട്ട്, ജയസിൻ്റെ കൂട്ടൊക്കെ ഉയർന്നു വരേണ്ട ഒരു വലിയ നടനായിരുന്നു ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. അല്ലേ? ഈ ജയറാം അവരുടെ അത്ര ഇല്ലെങ്കിലും ബിസി ആയിട്ട് നിൽക്കാൻ പറ്റിയേനെ. ജയറാമട്ടൊക്കെ നല്ല സൗഹൃദം ഉണ്ടായിരുന്നല്ലോ അല്ലേ? എന്തെങ്കിലും അദ്ദേഹത്തിന്റെ ഈ തമാശകളൊക്കെ കേട്ട് ചിരിക്കുന്ന എന്തെങ്കിലും? അല്ല, പുള്ളി ഇങ്ങനെ തമാശ പറയുമ്പോൾ നമ്മൾ കേട്ട് രസിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് അവരെ പോലെ ഒന്നും പറയാനോ അതിനുള്ളൊരു ഇതൊന്നും ഇല്ലല്ലോ. കേൾവിക്കാരനല്ലേ? സെറ്റിൽ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും, കഥകൾ ഇറക്കിക്കൊണ്ടേയിരിക്കും. കുറെ കഴിയുമ്പോൾ പിന്നെയും തോണ്ടും, ജയറാമി മറ്റേ കഥയൊന്ന് പറയാവോ, മുകേഷ് എന്ന് മറ്റേത് പറയാവോ. ഇൻഹരിയർ നേർക്ക് അങ്ങനെ ആസ്വദിച്ച പടം അല്ലേ? അയ്യോ, അത് പിന്നെ സിദ്ദിഖ് ലാലിൻ്റെ തമാശ, മുകേഷ്, സിദ്ദീഖ്, മറ്റേ ആക്ടർ സിദ്ദീഖ്, ജഗദീഷ്, എല്ലാവരും ഹ്യൂമർ. പാട്ടുകാരും പാട്ടുകാരൻ അശോകൻ ഗംഭീര പാട്ടല്ലേ. എല്ലാവരും പാടുവാൻ, എല്ലാവരും നന്നായിട്ട് പാടും. അവർ 4 പേരും